friends, welcome back to Bosco Campus Vision. I am Limma, Assistant Professor, Department of Computer Application, Don Bosco College, Kottayam. Last class, we discussed the topic relational algebra and we discussed the 5 operations in relational algebra, that is selection, projection, union, Cartesian product and set difference. So today I am going to discuss the remaining operations in relational algebra, that is rename, intersection, join and division. So let's move on to the 6th operation, rename. In rename, the relational algebraic operation rename is represented by the symbol, Greek symbol rho. Okay, rho എന്ന സിമ്പിൾ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ സിമ്പിളാണ് നമ്മൾ എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്, റീനെയിം എന്ന് പറഞ്ഞ ഓപ്പറേഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, നമുക്കൊരു റിലേഷന് പേര് ചേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ടാണ് ഈ ഒരു ഓപ്പറേഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദ റിലേഷണൽ ആൾജിബ്ര ഡു നോട്ട് ഹാവ് എ നെയിം യൂസ് ടു റെഫർ ദാറ്റ് റിലേഷൻ. ആ റിലേഷന് നമുക്ക് നെയിം കൊടുത്ത് റെഫർ ചെയ്യാൻ, ഒരു റിലേഷന് പേരില്ല അല്ലെങ്കിൽ കിട്ടുന്ന റിസൾട്ടിന് പേരില്ലെങ്കിൽ നമുക്കതിനെ നെയിം ചെയ്യാനായിട്ട് ഈ റീനെയിം ഓപ്പറേഷൻ ഉപയോഗിക്കാം. അതുവഴി നമുക്ക് പേര് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, സോ ഹിയർ റോ ഓഫ് ഇ. സോ റോ എന്ന് പറയുന്നത് റീനെയിമിൻ്റെ സിമ്പിൾ. ഈ എക്സ്പ്രഷൻസ് ദാറ്റ് റിട്ടേൺ ദ റിസൾട്ട്സ് അണ്ടർ ദ നെയിം എക്സ്. നമുക്ക് ഏത് എന്താണ് എക്സ്പ്രഷൻ ആണ് നമുക്ക് ഈ റിസൾട്ടിനെ റിട്ടേൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്, അതായിരിക്കും ഇ എന്ന് പറയുന്ന കേസിൽ വരുന്നത്. നമുക്ക് എന്ത് എക്സ്പ്രഷൻ എഴുതിയാണ് ആ റിസൾട്ട് ഔട്ട്പുട്ട് കിട്ടുന്നതെന്നുള്ളതാണ് ഈ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, so here we have an example, row of D of account. ഇത് എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അക്കൗണ്ട് എന്ന് പറഞ്ഞ ആക്ച്വലി ഒരു എക്സ്പ്രഷൻ പേരുള്ള നെയിം ചെയ്തിട്ടുള്ള ആളിനെ നമുക്ക് എന്തായിട്ട് റീനെയിം ചെയ്യണം, ഇവിടെ റോയുടെ സഫിക്സ് ആയിട്ട് വന്നുള്ള ഡി, ഈ വാല്യൂ കൊണ്ട് റീനെയിം ചെയ്യണം, അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഡി ആയിട്ട് റീനെയിം ചെയ്ത് കിട്ടണം ഏത് അക്കൗണ്ട് എന്ന് പറഞ്ഞ് വരുന്ന ആ ഡീറ്റെയിലിലെ എക്സ്പ്രഷൻ. അപ്പം നമുക്ക് നോക്കാം ഇവിടെ എന്താണ് ഒരു എക്സാമ്പിൾ, ജസ്റ്റ് നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണ് എങ്ങനെ റീനെയിം ചെയ്യുന്നു എന്ന് കാണിക്കാനായിട്ട്. ഓക്കെ, പ്രൊജക്റ്റ് വാട്ട് അക്കൗണ്ട് ഡോട്ട് ബാലൻസ്. അപ്പോൾ ബാലൻസ് എന്ന് പറഞ്ഞ എന്താണ് ഇൻഫോർമേഷൻ, ഏത് അക്കൗണ്ട് എന്ന് പറഞ്ഞ ടേബിളിൽ നിന്നും ബാലൻസ് എന്ന് പറഞ്ഞ ഇൻഫോർമേഷന് നമുക്ക് പ്രൊജക്റ്റ് ചെയ്യണം. ഓക്കെ, ഇനി എങ്ങനെയാണ് കണ്ടീഷൻ സെലക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് അക്കൗണ്ട് ഡോട്ട് ബാലൻസ് ഗ്രേറ്റർ ദാൻ വാട്ട് ഡി ഡോട്ട് ബാലൻസ്. അപ്പം ഈ കണ്ടീഷനാണ് എന്ത്, ഇതിലെ ബാലൻസ് എന്താണ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് നമ്മൾ എന്താണ് റീനെയിം ചെയ്യുന്ന കണ്ടീഷൻ വരുന്ന അതിലൊരു എക്സ്പ്രഷൻ കാണുമല്ലോ, അതിൻ്റെ ബാലൻസ് ഇതിനെക്കാട്ടിലും എന്തായിരിക്കണം, അതായത് മറ്റേത് ഗ്രേറ്റർ ആയിരിക്കണം ഉള്ള അക്കൗണ്ട് തൊട്ട് ബാലൻസ്. ആൻഡ് എങ്ങനെ എടുക്കും നമ്മൾ ക്രോസ് ചെയ്യുന്നത്, എങ്ങനെയാണ് അക്കൗണ്ട് ക്രോസ് വാട്ട് റോ ഓഫ് ഡി ഓഫ് അക്കൗണ്ട്. അതായത് നമ്മൾ പുതുതായിട്ട് കൊടുക്കുന്നത് ആ റിലേഷൻ എക്സ്പ്രഷൻ പ്ലസ് ഓൾറെഡി ഉള്ള എക്സ്പ്രഷൻ. അപ്പം അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ക്രോസ് ചെയ്തിട്ട് എന്താണ് കിട്ടുന്ന റിസൾട്ട്, അപ്പം കിട്ടുന്ന റിസൾട്ടാണ് എന്ത് ഈ ബാലൻസ്, മറ്റേത് അക്കൗണ്ട് തൊട്ട് ബാലൻസിനെക്കാട്ടിലും ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂസ് വരുന്ന ബാലൻസ് വരുന്ന ആൾക്കാർ. അപ്പം ഇത്രയുമാണ് ആ വരുന്ന ആൾക്കാരെന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ഓൾറെഡി നമുക്ക് കിട്ടേണ്ടത് അക്കൗണ്ട് എന്ന് പറഞ്ഞ റിസൾട്ട് നെയിം ആയിരിക്കും വരുന്നത്. പക്ഷേ നമ്മൾ അതിനെ എന്തായിട്ട് ചേഞ്ച് ചെയ്ത് റോ ഡി ഓഫ് അക്കൗണ്ട് ആക്കി മാറ്റുന്നത് കൊണ്ട് ഇതിനെ എന്തായിട്ട് റീനെയിം ചെയ്യാൻ പറ്റി, നമുക്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ കാര്യം നമുക്ക് എന്തായിട്ട് റീനെയിം ചെയ്യാൻ പറ്റി, ഡി എന്ന് പറഞ്ഞ് നമ്മൾ റീനെയിം ചെയ്തു. അപ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ട് റിസൾട്ട് അല്ലെ എക്സ്പ്രഷനെ നമുക്ക് മറ്റൊരു പേരിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ എന്തുപയോഗിക്കാം, റീനെയിം, റോ സിമ്പിൾ ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യുന്ന റീനെയിമിനെ നമുക്ക് ഉപയോഗിക്കാം. ചെറിയൊരു എക്സ്പ്രഷനാണ്, നമുക്ക് ഒത്തിരി ആപ്ലിക്കേഷൻ ഇതുകൊണ്ടില്ല, ജസ്റ്റ് എന്താണെന്ന് അറിഞ്ഞാൽ മതിയാവും. ഓക്കെ, ആൻഡ് 7th ഓപ്പറേഷൻ ഇസ് ഇൻ്റർസെക്ഷൻ. ഓക്കെ, ഇൻ്റർസെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും രണ്ട് ടേബിളിൽ എല്ലാത്തിലും കോമൺ ആയിട്ട് വരുന്ന ആൾക്കാർ, രണ്ടിനും കോമൺ ആയിട്ട് വരുന്ന ആൾക്കാർ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ, റിലേറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത് ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത്. സോ ഓൾ റോസ് അപ്പിയേഴ്സ് ഇൻ ബോത്ത് ടേബിൾ ദാറ്റ് പ്രൊഡ്യൂസസ് ദ ടപ്പിൾസ് ദാറ്റ് ഇസ് കോമൺ ടു ബോത്ത് ദ ടേബിൾ. അതായത് R and S രണ്ട് ടേബിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്ത് കിട്ടും,
ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ നമുക്കിവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. 2 tables with R and S, attributes ABC and again attributes ABC. നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ ഒരു സ്മോൾ എക്സാമ്പിൾ ആണ്. അപ്പോൾ എന്താണ്, ആറിലും എസ്സിലും കുറേ അധികം ടപ്പിൾസും ഉണ്ട്. ഓക്കെ, ഇനി രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ആൾക്കാരെയാണ് എന്ത് കണ്ടുപിടിക്കുന്നത്, ഇൻ്റർസെക്ഷനിൽ കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ നോക്കാം. ഇവിടെ ഫസ്റ്റ് റോ 1 2 3, ഇവിടെ 5 4 8, സെക്കൻഡിൽ 4 5 6, സെക്കൻഡ് 4 5 6 7 8 9 9 7 8. സോ ഇവിടെ രണ്ടിടത്തും കോമൺ ആയിട്ട് വരുന്ന റോ ഏതാണ്? സെക്കൻഡ് റോ ആണ്, 4 5 6 ആൻഡ് 4 5 6. അപ്പോൾ രണ്ടിലും കോമൺ ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ എടുക്കൂ, ബാക്കിയുള്ളവരെല്ലാം എലിമിനേറ്റ് ചെയ്യും. സോ ആർ ഇൻ്റർസെക്ഷൻ എസ്, ദാറ്റ് റിസൾട്ട് ഇസ് 4 5 6 വിത്ത് ആട്രിബ്യൂട്ട്സ് ABC. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പറയാം, എന്താണ്, രണ്ടിലും കോമൺ ഉള്ള ആൾക്കാരെ മാത്രം എടുക്കുന്നതാണ് എന്ത്, ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ദ 7th ഓപ്പറേഷൻ, ഇൻ്റർസെക്ഷൻ. So next operation is join. Okay, so join എന്ന് പറയുമ്പം സെലക്ഷനും കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓപ്പറേഷനും നമുക്ക് ഒരുമിച്ച് കൊണ്ടുവരാൻ ഈ ജോയിൻ്റെ അകത്ത് സാധിക്കും. ജോയിൻ മീൻസ് ഒന്നിലധികം ടേബിളിലുള്ള വാല്യൂസിനെ കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ ഒരുമിച്ച് ചേർത്ത് ഒരൊറ്റ വാല്യൂ ആക്കുന്നതാണ്, അല്ലെങ്കിൽ ഒറ്റ ടേബിൾ ആക്കുന്നതാണ് ജോയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ സെലക്ഷനും പർട്ടിക്കുലർ വാല്യൂസിനെ സെലക്ട് ചെയ്യുക, എന്നിട്ട് രണ്ട് ടേബിളിലെ വാല്യൂസിനെ ക്രോസ് ചെയ്യുക. ഈ രണ്ട് പ്രൊസീജിയർ ഇതിൻ്റെ അകത്ത് നടക്കുന്നുണ്ട്. സോ ഈ രണ്ട് ഓപ്പറേഷൻ ഒന്നായിട്ട് വരുന്നൊരു സംഭവമാണ് ജോയിൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇറ്റ് ഇസ് റെപ്രസെൻറ്റഡ് ബൈ ദ സിമ്പിൾ. കണ്ടോ, രണ്ട് ട്രയാങ്കിൾസ് ഇങ്ങനെ ക്രോസ് ചെയ്ത് വെക്കുന്ന രീതിയിലുള്ളത്. ഇങ്ങനെ ആയിരിക്കും നമ്മൾ എന്ത് ജോയിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ പലതരത്തിലുള്ള ജോയിൻ ഓപ്പറേഷൻസ് ഉണ്ട്. ഇക്വി ജോയിൻ, ഔട്ടർ ജോയിൻ, തീറ്റ ജോയിൻ, ഇന്നർ ജോയിൻ, സെമി ജോയിൻ, അങ്ങനെ പല രീതിയിൽ നമുക്ക് ജോയിനെ ക്ലാസിഫൈ ചെയ്യാം. നമ്മളിപ്പം സിമ്പിളായിട്ടുള്ള ജോയിൻ ആണ് നോക്കുന്നത്. രണ്ട് റിലേഷൻ നമുക്കിവിടെ ഉണ്ട്. ഫസ്റ്റ് വൺ ഇസ് ലോൺ ആൻഡ് സെക്കൻഡ് വൺ ഇസ് ബോറോവർ. പർട്ടിക്കുലർ കണ്ടീഷൻ്റെ ബേസിസിൽ ഈ രണ്ട് ടേബിളിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ജോയിൻ ചെയ്യാൻ പോവാണ്. സോ അതിൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് നെയിം ഓഫ് ഓൾ കസ്റ്റമർ ഹൂ ഹാവ് ലോൺ അറ്റ് ബാങ്ക്. അപ്പം എന്താണ്, ലോണുള്ള കസ്റ്റമേഴ്സിൻ്റെ പേര് കണ്ടുപിടിക്കുക. എന്താണ്, ഈ പർട്ടിക്കുലർ ബാങ്കിൽ എന്ത് ലോണുള്ള ആൾക്കാർ. ആൻഡ് ഓൾസോ ലോൺ എമൗണ്ടും കണ്ടുപിടിക്കണം, ലോണിൻ്റെ എമൗണ്ടും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ രണ്ട് എന്താണ് ടേബിളുണ്ട്, ലോണും ഉണ്ട് ബോറോ ഉണ്ട്. ലോണിൻ്റെ അകത്ത് ബ്രാഞ്ച് നെയിമും ലോൺ നമ്പറും എമൗണ്ടും ഉണ്ട്. ബോറോവറിൻ്റെ അകത്ത് കസ്റ്റമറിൻ്റെ നെയിമും ലോൺ നമ്പറും ഉണ്ട്. അപ്പോൾ നമുക്ക് കസ്റ്റമറിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ അതിൽ എന്ത് ഉൾപ്പെടും, കസ്റ്റമർ നെയിം ഉൾപ്പെടും. സ്വാഭാവികമായിട്ടും കസ്റ്റമർ നെയിം ഏതിലാണുള്ളത്, ബോറോവറിലാണുള്ളത്. അപ്പം ലോണിൻ്റെ ഡീറ്റെയിൽസും വേണം, കസ്റ്റമറിൻ്റെ പേരും വേണമെങ്കിൽ ഈ രണ്ട് ഡീറ്റെയിൽസ് എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ, നമുക്ക് ജോയിൻ ചെയ്തേ പറ്റും. അതായത് ഇതിൽ ലോണിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്, ഏത് ബ്രാഞ്ചിൽ നിന്നാണ്, ഏതാണ് ലോൺ നമ്പർ, എമൗണ്ട്. പക്ഷേ ആരാണ് എടുത്തതെന്നുള്ള കസ്റ്റമർ നെയിം ബോറോവറിലാണുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ലോൺ ബാങ്കിൽ ലോണുള്ള കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് വേണം, ആൻഡ് ഓൾസോ അവരുടെ എമൗണ്ട് വേണം. സോ ഈ രണ്ട് ടേബിൾ നമുക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ എന്താണ്, പ്രോജക്റ്റ് എന്തൊക്കെയാണ് വേണ്ടുന്ന ആവശ്യമുള്ളത്, കസ്റ്റമർ നെയിം വേണം, ലോണിൻ്റെ നമ്പർ വേണം, എമൗണ്ട് വേണം. ഒരു ലോണിൻ്റെ ഡീറ്റെയിൽസിനെ സംബന്ധിച്ച കാര്യം, ആരാണ് എടുത്തത്, എന്താണ് ലോണിൻ്റെ നമ്പർ, എത്ര എമൗണ്ട്. സോ പ്രോജക്റ്റ് ദീസ് തിങ്സ് എവിടെ നിന്ന്, രണ്ട് ടേബിളിനെയും ജോയിൻ ചെയ്തിട്ട്. കണ്ടീഷൻ ഇസ് വാട്ട്, ബോറോ ജോയിൻ ലോൺ. ഓക്കെ, അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇതിൽ നിന്ന് എന്താണ്, ലോണുള്ള ആൾക്കാരുടെ എല്ലാം ഡീറ്റെയിൽസ് എടുക്കാം. അപ്പോൾ കസ്റ്റമർ നെയിം എന്താണ്, ഇതിലുള്ള കസ്റ്റമേഴ്സിൻ്റെ പേര് നമുക്ക് എടുക്കാം. ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒഴിവാക്കും. പക്ഷേ ഒരാൾക്ക് തന്നെ എന്ത്, രണ്ട് ലോൺ ഒരേ ആൾ എടുത്തിട്ടുണ്ടെങ്കിൽ രണ്ട് ലോൺ നമ്പർ, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടോ, സ്മിത്ത് L23 ഉണ്ട്, L11 ഉണ്ട്. അതായത് അയാൾ രണ്ട് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ രണ്ട് നമ്പർ അയാൾക്ക് പൊസസ് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ കസ്റ്റമർ നെയിം, ലോണിൻ്റെ നമ്പർ, അയാളെടുത്ത എമൗണ്ട്. അപ്പോൾ കസ്റ്റമറിൻ്റെ പേര്, ലോണിൻ്റെ നമ്പർ, അയാളുടെ എടുത്ത എമൗണ്ട്. അപ്പോൾ ഇതിനനുസരിച്ച് നമ്മൾ ജോയിൻ ചെയ്തിട്ട് ആ വാല്യൂസിന് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുക ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കസ്റ്റമറിൻ്റെ പേര്, അയാളുടെ ലോണിൻ്റെ നമ്പർ, എന്നിട്ട് ഈ ടേബിളിൽ വന്നിട്ട് ഈ ലോണിൻ്റെ നമ്പറും എമൗണ്ടും മാച്ച് ആവുന്നത് നോക്കിയിട്ട് അവർ ജോയിൻ ചെയ്ത് റിസൾട്ട് ടേബിൾ കിട്ടിയിരിക്കുക ചെയ്യുന്നത്. കണ്ടീഷൻ ഇതാണ്, പ്രൊജക്റ്റ് കസ്റ്റമർ നെയിം, ലോൺ നമ്പർ, എമൗണ്ട്, ഫ്രം ടേബിൾ ബോറോ join loan. Okay, so this is what join operation. And last operation is division operation. So division operation is represented by the symbol division symbol. Okay, for all എന്ന് പറയുന്ന ഫ്രേസ് ആണ് ശരിക്കും ഡിവിഷൻ സിമ്പിളിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. നമുക്ക് ഫ്രീക്വൻ്റ്ലി ആയിട്ട് ഡേറ്റാബേസിൽ യൂസ് ചെയ്തിട്ടുള്ള ക്യൂറീസിന് നമുക്ക് എന്ത് ചെയ്യാനായിട്ട്, ആക്സസ് ചെയ്യാനായിട്ട് ഈ ഒരു ഓപ്പറേഷൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ അതായത് നമുക്കിവിടെ R എന്ന് പറഞ്ഞ ഒരു റിലേഷൻ ദാറ്റ് ഇസ് ഡിഫൈൻഡ് ഓവർ ആട്രിബ്യൂട്ട് സെറ്റ് A, ആൻഡ് അഗെയിൻ S എന്ന് പറഞ്ഞ റിലേഷൻ ദാറ്റ് ഇസ് ഡിഫൈൻഡ്
ഡിഫൈൻഡ് ഓവർ ആട്രിബ്യൂട്ട് സെറ്റ് ബി. അങ്ങനെയാണെങ്കിൽ സച്ച് ദാറ്റ് ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ, അതായത് ബി എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് സെറ്റ് എയുടെ സബ്സെറ്റ് ആണെങ്കിൽ എന്താണ് കണ്ടീഷൻ സി ഈസ് ഈക്വൽ ടു എ മൈനസ് ബി, അതായത് എയിൽ ഉണ്ടായിരിക്കുകയും ബിയിൽ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ആൾക്കാർ നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ് ഇസ് ഫോർ ഓൾ പർട്ടിക്കുലർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. ദാറ്റ് ഇസ് ഡിവിഷൻ ഓപ്പറേഷൻ. ഫോർ ഓൾ ഫ്രേസ് ആണ് ഡിവിഷൻ ഓപ്പറേഷൻ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഡിവിഷൻ ഓപ്പറേഷൻ കാണിക്കാനായിട്ട് ഒരു 3 ടേബിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അക്കൗണ്ട്, ഡിപ്പോസിറ്റർ, ബ്രാഞ്ച്. ഓക്കെ, ഒരു ലെങ്തി ടേബിളാണ്. അക്കൗണ്ടിൽ ബ്രാഞ്ച് നെയിം, ബി നെയിം, അക്കൗണ്ട് നമ്പർ, ബാലൻസ്. ഓക്കെ, ബ്രാഞ്ചിൻ്റെ പേര്, അക്കൗണ്ടിൻ്റെ നമ്പർ, ബാലൻസ്. ഡിപ്പോസിറ്ററിലാണെങ്കിൽ കസ്റ്റമറിൻ്റെ പേരും ആ അക്കൗണ്ട് നമ്പറും. ഇനി ബ്രാഞ്ചിലാണെങ്കിൽ ബ്രാഞ്ചിൻ്റെ പേര്, അത് ഏത് സിറ്റിയിൽ ബിലോങ് ചെയ്യുന്നു, ബ്രാഞ്ച്, സിറ്റി ആൻഡ് അസറ്റ്. നമുക്ക് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഓൾ കസ്റ്റമേഴ്സ് ഹു ഹാവ് അക്കൗണ്ട് അറ്റ് ഓൾ ബ്രാഞ്ച് ഇൻ ബ്രൂക്ലിൻ. ബ്രൂക്ലിൻ എന്ന് പറഞ്ഞ സിറ്റിയിൽ എന്താണ് ആ ബ്രാഞ്ചിലുള്ള എന്താണ് ആൾക്കാരുടെ എല്ലാവരുടെയും പേര്, കസ്റ്റമേഴ്സിൻ്റെ പേര്. അതായത് എന്താണ് ബ്രൂക്ലിൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്ര ബ്രാഞ്ച് ഉണ്ടോ ആ ബ്രാഞ്ചിലെ എല്ലാവരുടെയും ആൾക്കാരുടെ അക്കൗണ്ടുള്ള ആൾക്കാരുടെ പേര്. സപ്പോസ് ഇപ്പോൾ കൊല്ലം എന്ന് പറഞ്ഞ സിറ്റിയിൽ സ്റ്റേറ്റ് ബാങ്ക് എന്ന് പറഞ്ഞ ബാങ്കിന് 3 ശാഖകളുണ്ടെങ്കിൽ ആ 3 ശാഖയിലുമുള്ള ആൾക്കാരുടെ പേര് എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ആ കൊല്ലം എന്ന് പറഞ്ഞ സിറ്റിയിൽ എത്ര ബ്രാഞ്ച് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. എന്നാലേ 3 ബ്രാഞ്ചിലുള്ള ആൾക്കാരെ കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ബ്രൂക്ലിൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് സിറ്റിയിൽ എത്ര ബ്രാഞ്ച് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ R1 എന്ന് പറഞ്ഞ് നെയിം ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ് കണ്ടുപിടിക്കണം ബ്രാഞ്ച് നെയിം. കണ്ടീഷൻ എന്താണ്, ബ്രാഞ്ച് സിറ്റി ഈസ് ഈക്വൽ ടു ബ്രൂക്ലിൻ. പ്രൊജക്റ്റ് ബ്രാഞ്ച് നെയിം സിഗ്മ ബ്രാഞ്ച് സിറ്റി ഈസ് ഈക്വൽ ടു ബ്രൂക്ലിൻ. ഏത് ടേബിളിൽ നിന്ന്, ബ്രാഞ്ച് എന്ന് പറഞ്ഞ ടേബിളിൽ നിന്ന്. ഓക്കെ, അപ്പം നമുക്ക് കിട്ടും ബ്രൂക്ലിൻ എന്ന് പറഞ്ഞ് സ്ഥലത്ത് എത്ര ആൾക്കാരുണ്ട്, എത്ര ബ്രാഞ്ച് ഉണ്ട് ബ്രൂക്ലിനിൽ. ഡൗൺ ടൗണിലും ഉണ്ട്, ബ്രൂക്ലിൻ എന്ന് പറഞ്ഞ് ബ്രൈറ്റണിലും ഉണ്ട്. അപ്പോൾ നമുക്ക് കിട്ടി ബ്രാഞ്ച് നെയിം ഏതൊക്കെയാണ്, ഡൗൺ ടൗണും ബ്രൈറ്റണും. ക്ലിയർ? ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് ഇത് കണ്ടുപിടിച്ചു. ഇനി രണ്ടാമതായിട്ട് കണ്ടുപിടിക്കണത് ഓൾ കസ്റ്റമർ നെയിം ബ്രാഞ്ച് നെയിം വേറെ അക്കൗണ്ട് അറ്റ് ബ്രാഞ്ച്. അതായത് ഈ പറഞ്ഞ ബ്രാഞ്ചിൽ അക്കൗണ്ട് ഉള്ള ആൾക്കാരുടെ പേരും ആ ബ്രാഞ്ചിൻ്റെ പേരും, അതായത് ഈ സ്ഥലത്തുള്ള ആൾക്കാരുടെ പേരും ബ്രാഞ്ചിൻ്റെ പേരും. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനു വേണ്ടി ഡിപ്പോസിറ്ററും അക്കൗണ്ടും ഈ 2 ടേബിളും ജോയിൻ ചെയ്യാതെ നമുക്കത് കിട്ടത്തില്ല. അക്കൗണ്ട് ഉള്ള ബ്രാഞ്ചിൻ്റെ പേരും കസ്റ്റമറിൻ്റെ പേരും, കാരണം ബ്രാഞ്ചിൻ്റെ പേര് ഇവിടെയും കസ്റ്റമറിൻ്റെ പേര് ഇവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ജോയിൻ ചെയ്യാം. ഫൈൻഡ് ദ പ്രൊജക്റ്റ് കസ്റ്റമർ നെയിം ബ്രാഞ്ച് നെയിം വെയർ ഡിപ്പോസിറ്റർ ജോയിൻ അക്കൗണ്ട്. അപ്പം നമ്മൾ ഈ ഡിപ്പോസിറ്ററും അക്കൗണ്ടും ജോയിൻ ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും, കസ്റ്റമർ നെയിം എടുക്കാം, ബ്രാഞ്ച് നെയിം എടുക്കാം. അപ്പോൾ ബ്രാഞ്ച് നെയിം എന്താ, ബ്രൈറ്റണും ഡൗൺ ടൗണും ഉള്ള ആൾക്കാരെ മാത്രം മതി. അപ്പം ഡൗൺ ടൗണ്, പിന്നെന്താണ് ബ്രൈറ്റൺ, ഈ സ്ഥലത്തുള്ള ആൾക്കാരുടെ പേര് ഇവിടുന്ന് എങ്ങനെ കണ്ടുപിടിക്കാം, ഈ അക്കൗണ്ട് നമ്പറുള്ള ആൾക്കാരെ ഇവിടുന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ഈ റിലേഷനിലുള്ള ആൾക്കാരെ കിട്ടും. എന്നിട്ട് ആ 2 റിലേഷനും എടുത്തിട്ട് അതിൻ്റെ അകത്ത് നിന്ന് എന്താണ് ബ്രാഞ്ച് സിറ്റി ബ്രൂക്ലിൻ ആയിട്ടുള്ള ആൾക്കാരാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് ആൾക്കാരെ സോർട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് നോക്കാൻ പറ്റും, ബ്രാഞ്ച് സിറ്റി ബ്രൂക്ലിൻ ആയിട്ടുള്ള ആൾക്കാരുടെ പേരുകൾ എടുക്കാൻ പറ്റും. സോ നമുക്ക് ഈ ഫസ്റ്റ് റിലേഷൻ കിട്ടി, റിസൾട്ട് ഈ സെക്കൻഡ് റിലേഷൻ കിട്ടി. അവിടെ ഡിവിഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് കസ്റ്റമർ നെയിം. ജോൺസൺ ആൻഡ് ജോൺസ്. ഇവർ 3 പേരുമാണ് എന്ത്, ബ്രൂക്ലിൻ എന്ന് പറഞ്ഞ സിറ്റിയിൽ ഉള്ള ബ്രാഞ്ചിൽ ഉൾപ്പെട്ടിട്ടുള്ള കസ്റ്റമേഴ്സ്. ഓക്കെ, സോ ഇതാണ് ആ ഓപ്പറേഷൻ. എന്താണ് R1 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തുണ്ട്, എല്ലാ ബ്രാഞ്ചിൻ്റെ പേരും കണ്ടുപിടിച്ചു ആ സിറ്റിയിലുള്ള. രണ്ടാമത് അവിടെയുള്ള കസ്റ്റമേഴ്സിൻ്റെ പേരും ബ്രാഞ്ചിൻ്റെ പേരും കണ്ടുപിടിച്ചു. എന്നിട്ട് അവിടെ എന്ത് ചെയ്തു, ഡിവിഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ബ്രൂക്ലിൻ എന്ന് പറഞ്ഞ സിറ്റിയിൽ ഉള്ള ബ്രാഞ്ചിലുള്ള എല്ലാ കസ്റ്റമേഴ്സിൻ്റെയും പേര് ആരൊക്കെയാണ്, ജോൺസൺ ആൻഡ് ജോൺസ്. ഇവിടെ കാണാൻ സാധിക്കും കസ്റ്റമർ നെയിം ജോൺസൺ ആൻഡ് ജോൺസ്. ഓക്കെ, ഈ 3 പേരുമാണ് ബ്രാഞ്ചിലുള്ളത്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ഡിവിഷൻ ഓപ്പറേഷൻ. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ഈ റിലേഷണൽ ആൾജിബ്രയിൽ നമ്മൾ മൊത്തം 9 ഓപ്പറേഷൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. സെലക്ഷൻ, പ്രൊജക്ഷൻ, യൂണിയൻ, കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്, സെറ്റ് ഡിഫറൻസ്, റീനെയിം, ഇൻ്റർസെക്ഷൻ, ജോയിൻ ആൻഡ് ഡിവിഷൻ.
So this is all about relational algebraic operations. I hope that all of you understand this session. Assignment question എന്ന് പറയുന്നത് explain the different algebraic operation with the example. Okay, once I repeat, explain the 9 different algebraic operations with the example. So thank you for watching Bosco Campus Vision. Bye.